എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ 42 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് പട്ടം സ്വീകരിച്ചതാണ്. ഒരേ വർഷം. കഴിഞ്ഞ 42 വർഷമായി ഞങ്ങൾ രണ്ടുപേരെയും നോവിച്ചുകൊണ്ടിരിക്കുന്ന, നൊമ്പരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നൊമ്പരമേത് എന്ന് ചോദിച്ചാൽ മദ്യപാനത്തിൽ തകരുന്ന കുടുംബങ്ങളും നശിക്കുന്ന കേരള സമൂഹവും എന്ന് തന്നെ പറഞ്ഞു പോകുക. അതിന് ഏറ്റവും വലിയ തെളിവാണ് വെറും 3 ദിവസം മുൻപ് യൂട്യൂബിൽ ദേവസി പന്തല്ലിക്കാരൻ അച്ഛൻ ഇട്ട ഒരു ചെറിയ സന്ദേശം 3.25 ലക്ഷം മനുഷ്യര് ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഇതിന്റെ അർത്ഥം എന്താ? കേരളത്തിന് ശ്വാസം മുട്ടുന്നു എന്നല്ലേ, മടുത്തു എന്നല്ലേ? അപ്പോ ആ ഒരു അനുഭവം ഞാൻ വെച്ചുകൊണ്ട് പന്തലുകാരനെ അച്ഛനെ വിളിച്ചു. അച്ഛൻ പറഞ്ഞ വാക്കുകള് എത്ര ശക്തമായിട്ടാണ്. 3 ലക്ഷം മനുഷ്യർ ഇത് കണ്ടു കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛാ വരുമോ എന്ന് ചോദിച്ച് എന്നെ വിളിച്ചത്. ഇവിടെ നിൽക്കാനുള്ള എന്റെ ഒരു യോഗ്യത, എനിക്ക് കേരളത്തിലെ തടവറ അറിയാം, തടവറയിൽ കഴിയുന്ന തടവറ മക്കളെ അറിയാം, അവരുടെ വിയർപ്പിന്റെ മണം അറിയാം. വാടക കൊലയാളികളുടെ കൂടെ എറണാകുളത്തായിരുന്നപ്പോ കൂടെ നടന്ന അവരുടെ വൊക്കാബുലറി എനിക്കറിയാം. അവരെ ഈ പണി പഠിപ്പിക്കുന്ന ആശാൻ പറഞ്ഞു കൊടുത്ത വാക്ക് എനിക്കറിയാം. ആദ്യം പട്ടിയെ വെട്ടിപ്പടിക്കും. അതെന്തിനാടാ? പട്ടിയെ വെട്ടി പഠിക്കുമ്പോ ആദ്യം വെളുത്തിരിക്കുക വെച്ചോ, ചുമക്കുന്നതിന് മുമ്പ് അടുത്ത വെട്ടണമെന്നാണ് എന്റെ ആശാൻ പഠിപ്പിച്ചത്. ഇതാരുടെ വാക്കാണെന്നറിയോ? പ്രൊഫഷണലായിട്ട് കൊട്ടേഷൻ എടുത്ത് വാടക കൊലയാളി പണി ചെയ്യുന്ന, പേര് പറയാനാവാത്തതുകൊണ്ട് ആ പ്രിയപ്പെട്ട മക്കളെയൊക്കെ രാപകലില്ലാതെ ഇവരുടെ പുറകെ ഇറങ്ങി നടന്ന് എനിക്ക് വാടക കൊലയാളിയുടെ ലോകം അറിയാം. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ നോമ്പിൽ ധ്യാനം നടത്തി കഴിഞ്ഞപ്പോ ഞാൻ ആ മക്കളുടെ നൊമ്പരം കേട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ആൾക്കാര നനഞ്ഞ കണ്ണുമായിട്ട് ഒരു പുരോഹിതനായി എനിക്ക് ബലിയർപ്പിക്കാൻ കഴിയൂ. എന്താ? നനഞ്ഞ കണ്ണുമായിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലെ തടവറയിലെ ആൾത്താരിയില് ബലിയർപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞപ്പോ ഒരു തടവറ മകന് പ്രധാന കവാടം ഉണ്ടല്ലോ, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, 8 കൊല്ലമായി അച്ഛാ എന്നെ കാണാൻ ഒരാളിലേക്ക് കടന്നു വന്നിട്ട്. ഞാൻ ചെന്ന് പറ്റി. അവൻ പറഞ്ഞതാണ് കടബാധ്യത കാരണം ഇത് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തു. അപ്പൻ, അമ്മ, ഭാര്യ, മക്കള്. പിന്നെ ഇവനോ ഒരു കുഞ്ഞ് തലപൊക്കിയപ്പോ അതിനെ കൊന്നു. ഞാൻ ചിന്തിച്ചു, ഇവനൊരു കയറിന്റെ കഷ്ണം കിട്ടി തൂങ്ങാമായിരുന്നില്ലേ എന്ന് എന്നിലെ ഏതോ ഒരു വികാരം വന്നപ്പോ ചിന്തിച്ചു പോയി. ആ ഒരു കുഞ്ഞിനെ കൊന്നതുകൊണ്ടാണ് ജയിലിലായത്. അപ്പൊ ഇത്രയും ഒരു ദുരന്തം മദ്യപാനം മൂലം ഈ നാടിനുണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്കൂടെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനാകുമോ? ഞാൻ ചിലപ്പോ ചിന്തിക്കാറുണ്ട്, ക്രിസ്തു മലയിലെ പ്രസംഗം നന്നായിട്ട് പ്രസംഗിച്ചു. നന്നായിരുന്നില്ലേ പ്രസംഗം? ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗം. എന്നാൽ മലയിലെ പ്രസംഗം കൊണ്ട് ലോകത്തെ രക്ഷിക്കാൻ കഴിയില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് ആ മരക്കമ്പേൽ കുരിശേൽ കാൽവരിയിൽ ബലിയായത്. ഇല്ലേ? മലയിലെ പ്രസംഗം മതിയായിരുന്നല്ലോ. അതുകൊണ്ട് പ്രസംഗത്തിന്റെ കാലം കഴിഞ്ഞു. പ്രസംഗ വേദികൾ കൊണ്ട് ആരെങ്കിലും നന്നാവോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അടുത്ത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒന്നുകൂടെ ആവർത്തിക്കുക. അതെന്നാ? കുറെ തുണി കൊണ്ടുവരാൻ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? എന്നെ ചുറ്റാൻ ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? മണ്ണെണ്ണ ഒഴിക്കരുത്, മണം വരും. മണമില്ലാത്ത ഏതെങ്കിലും ദ്രാവകം ഈ കോർപ്പറേഷന് മുമ്പിൽ വെച്ച് എന്നെ കത്തിച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഓടുന്നു? എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? എന്റെ മൊബൈൽ ഫോൺ പോക്കറ്റിൽ കിടപ്പുണ്ട്. 24 മണിക്കൂറും സ്ത്രീകളുടെ നിലവിളി രാപകൽ കേൾക്കുന്ന ഒരു ചെവിയാണ്. ഇത് പോരുന്നതിന് മുമ്പ് തന്നെ ഒരമ്മ മോനെയും കൊണ്ട് വന്നു. അവൻ തന്നെ വന്നു. ഞാൻ ചോദിച്ച മനസ്സായിട്ട് വന്നോടാ? അതെ. എടാ, അതാടാ ഇതിന്റെ മരുന്ന്. നിന്നെ കൊണ്ടുപോയി ഇവിടുത്തെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടിട്ട് 50,000-60,000 വേണം നിന്റെ മദ്യപാന ചികിത്സയ്ക്ക്. നീ മനസ്സായിട്ട് വന്നോ? എടാ, ഇതാണ് ഇതിന്റെ മരുന്ന്. സ്വയം മനസ്സാവുക. അതുപോലെ തന്നെ തിരുവല്ലാമല മലയിൽ നിന്ന് ഒരു കൗസല്യ എന്ന അമ്മച്ചി മെന്റലാണ്, മദ്യപാനമാണ്. ആ അമ്മയുടെ നിസ്സഹായത നിങ്ങൾ ഓർത്ത് നോക്കിക്കേ. 17 കൊല്ലം മുമ്പ് നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയില് കാലിന്റെ ഇവിടെ വെച്ച് മുറിച്ചു കളഞ്ഞതാ.
ഓട്ടോറിക്ഷയിൽ ഇറങ്ങി വരുന്നത് വെപ്പുകാലം വെച്ച് ഇങ്ങനെ ചട്ടി വന്ന അമ്മ, മാനസിക രോഗിയായ മകൻ മദ്യപിച്ചു കഴിയുമ്പോൾ അമ്മയെ ഓടിക്കും, ഓടാൻ കാലില്ല. ഞാൻ ആ കണ്ണിലേക്ക് നോക്കി, ഞാനിവിടെ എടുത്തോളാം, എന്റെ കൂടെ തലവറ മക്കൾ ശിക്ഷ കഴിഞ്ഞ് വരുന്ന മക്കളാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്റെ നേരെ നോക്കി അമ്മ പറഞ്ഞു, വാക്കറിയോ അച്ഛോ, അച്ഛൻ എന്റെ ഗുരുവായൂർ അപ്പനാ. ഒരു കത്തോലിക്ക പുരോഹിതന് നേരെ നോക്കി ഒരു ഹൈന്ദവ സഹോദരി പറയുക, അച്ഛൻ എന്റെ ഗുരുവായൂർ അപ്പനാ. ഞാൻ ഒന്നും നടുങ്ങി, പിന്നെ ചിന്തിച്ചു, സത്യമാണ്. ആ സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയിൽ മദ്യത്തിനു അടിമപ്പെട്ട മാനസിക രോഗിയായ മകനെ അവിടെ അംഗീകരിച്ചെടുത്തു കഴിഞ്ഞ് ഒരു പൂവും കൊടുത്ത് ബഹുമാനപ്പെട്ട കുറ്റിക്കിളച്ചന്റെ ശൈലിയിൽ കെട്ടിപ്പിടിച്ച് കാലിൽ ചുംബിച്ചാണ് അവിടെ സ്വീകരിക്കുക തലവറ മക്കളെ. സ്വീകരിച്ചു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞ വാക്കാണ്, അച്ഛോ, അച്ഛൻ എന്റെ ഗുരുവായൂർ അപ്പനാ. ഇന്ന് തിരുവനന്തപുരത്ത് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇപ്പൊ 1 കോടി കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ നിങ്ങള്? ഒരു പാവപ്പെട്ട അമ്മച്ചി യാതൊരു പ്രോട്ടോകോളും നോക്കാതെ അങ്ങോട്ട് കയറി ചെന്നിട്ട് മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന രംഗം കണ്ടില്ലേ? ആ സ്ത്രീ ആരാണെന്ന് അറിയില്ല. പക്ഷേ ചെറുപ്പത്തിലെ വി.ഡി. സതീശനെ കുഞ്ഞുനാളിൽ തന്നെ ഉള്ളിൽ ചങ്കിൽ സൂക്ഷിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയാ, കുഷിഞ്ഞ വസ്ത്രവ, ഒരമ്മയാ. ആ അമ്മയെ ഞാൻ കണ്ടത് മദ്യത്തിൽ തകർന്ന കുടുംബങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ കണ്ടത്. ആ അമ്മച്ചി കയറി ചെന്ന് കെട്ടിപ്പിടിച്ചപ്പോ ഒരു നിസ്സഹായതയുണ്ട് ആ നിലവിളിയിൽ. അപ്പോ എന്നെ കത്തിക്കാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞത്? ഒരിക്കലും അല്ല. തീ കാണുമ്പോൾ അലക്സാണ്ടർ ചോടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിന്ന് നിർത്തും. പക്ഷേ പിണറായി വിജയ സഹോദര എന്ന് ഞാൻ വിളിക്കുമായിരുന്നു. ഇപ്പൊ കയറിയിരിക്കുന്ന മുഖ്യമന്ത്രി വീണ്ടും കയറാൻ ഇടിച്ചു നിൽക്കുന്ന BJP ആയാലും കൊള്ളാം, ഡൽഹിയിലെ ചൂല് വന്നാലും എനിക്കൊരു കത്ത് കിട്ടണം. ഇവിടെ മദ്യപാനം എന്ന് പറയുന്ന ഈ ഒരു വിഷം വിറ്റ് ഇവിടുത്തെ ചവിട്ട് തൊഴിലാളിയുടെയും ഓട്ടോ ഓടിക്കുന്നവന്റെയും തടി വെട്ടുന്നവന്റെയും തടി കയറ്റുന്നവന്റെയും ഒക്കെ ചോര അന്തിക്കൊള്ളി ഊറ്റുന്ന പോലെ ഊറ്റി കുടിച്ചിട്ട് വേണോ യുവമാർക്ക് ഭരിക്കാൻ ഈ ഭരിക്കുന്നവന്മാരെ എന്ന് ചോദിച്ചു പോകുക. അതുകൊണ്ട് എന്നെ കത്തിക്കുമ്പോ കത്തനാരായ ഞങ്ങൾ കാൽവരിയിൽ കത്തിയവന്റെ കൂടെ കൂടി കത്താൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ കത്തനാരായത്. കത്തിക്കട്ടെ. ഒരച്ഛനെ കത്തിച്ചോണ്ട് എന്ത് വരാൻ? ഒന്നും വരാനില്ല. നിന്ന് കത്തും, സത്യം അലത്തി കൊണ്ടുപോകും. പക്ഷെ എനിക്ക് വാക്ക് കിട്ടണം. ഈ കൂട്ടരേക്ക് വാക്ക് തരണം. വാക്ക് ഇത്രയേ ഉള്ളൂ. മദ്യം വിറ്റിന് കേരളത്തിൽ ഒരു കുടുംബത്തെ നശിപ്പിക്കുകയില്ല എന്ന് ഈ ഭരിക്കുന്നവന്മാരും ഭരിക്കാൻ ഇടിച്ചു നിൽക്കുന്നവന്മാരും കത്തെഴുതി തന്നാൽ നിന്ന് കത്തും. സത്യം സത്യം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്രസംഗവേദിയൊന്നും ഇവിടെ ആരോട് എന്ത് പ്രസംഗിക്കാൻ, കുറച്ചു നേരം ഇവിടെ ആയിരിക്കുക. ഈ മനുഷ്യരുടെ അമ്മമാരുടെ നിലവിളിയുടെ ആ കണ്ണുനീരിന്റെ കൂടെ ഒരു തുള്ളി കണ്ണുനീര് ഇവിടെ ഇരിക്കും. നമ്മുടെ കണ്ണുനീര് വീണാൽ ഇവിടുത്തെ ഈ മനുഷ്യരുടെ വേദന നമ്പരമറിയാവുന്ന ഒരു മുഖ്യമന്ത്രി ആ കസേരയിൽ കയറി ഇരിപ്പുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുക. മനുഷ്യത്വം മരവിക്കാത്ത മന്ത്രിമാര്, മനുഷ്യത്വം മരവിക്കാത്ത ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഈ നിലവിളി, നിസ്സഹായത, അമ്മമാരുടെ മുഴുവൻ നിലവിളി ആ എത്തേണ്ടടുത്ത് എത്തും. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നല്ലത് ആശംസിക്കുന്നു. താങ്ക് യു.